പത്തനംതിട്ട നഗരസഭ ചുരുളിക്കോട് ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റയാളാണ് സോണി സാമുവേൽ. ഒറ്റ വോട്ട് മാത്രമാണ് സോണിക്ക് ലഭിച്ചത്. ആ വോട്ടറെ തേടിയുള്ള അന്വേഷണത്തിലാണ് സോണി. എന്തിനാണ് തനിക്ക് വോട്ട് ചെയ്തതെന്നറിയാൻ ആകാംക്ഷയുണ്ടെന്ന് സോണി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നമ്മുടെ പാവം പിടിച്ച കോട്ടയ്ക്കലെ ഒരു ഡോക്ടർ ജയിച്ചില്ലല്ലയാ. ഇല്ലയോ? സോണിച്ചായം പിടിച്ചോ? 100-300 വോട്ടെങ്കിലും പിടിച്ചോ? ഞാന് ഒരു വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലയാ. അളിയന്റെ തന്നെ വോട്ടില്ലയോ? അളിയന്റെ തന്നെ വോട്ടായിരിക്കും. അല്ല, അത് എന്റെ ആരുടെ ആകുമ്പോൾ ഒരു പിടുത്തമില്ല. ഞങ്ങൾ ചേട്ടച്ചാരും അനിയനും അവരുടെ ബന്ധുക്കൾ തന്നെ ഒരു 5-6 പേരുണ്ടായിരുന്നു. അവര് പോലും തന്നില്ലെന്ന് ഓർക്കുമ്പോഴേ. അല്ല, ശരിക്കും ഞാൻ ചോദിച്ചത് ആകെ 10-15 വോട്ടേ കിട്ടിയിട്ടുള്ളോ? എനിക്കോ? ആ അളി, എനിക്ക് ആകെ ഓരോ ഓട്ടം കണ്ടാ കിട്ടിയെന്നാ എനിക്ക് കിട്ടിയത് വരും. അത് ചുമ്മാതാ, അങ്ങനൊന്നും ഒരിക്കലും വരത്തില്ല. കറക്റ്റ്. ഈ കേട്ട കോൾ റെക്കോർഡിന്റെ ഉടമയെ തേടിയാണ് നമ്മൾ എത്തിയത്. ആ കോൾ റെക്കോർഡിന്റെ ഉടമ അയാൾക്ക് ലഭിച്ച ഒരു വോട്ട് നൽകിയത് ആരാണെന്നുള്ള അന്വേഷണത്തിലാണ്. അന്വേഷണത്തിൽ കിട്ടിയോ? ആളെ കിട്ടിയോ? അന്വേഷണത്തിൽ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് പല ആൾക്കാരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെ മുഖഭാവങ്ങൾ ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഈ ദൃശ്യ സിനിമ പോലെ ആദ്യം തൊട്ട് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് ഈ 1 മാസത്തെ ആ എല്ലാ കയറിയ വീടുകളിലും അതൊന്നുകൂടെ ഒന്ന് നമ്മൾ പുനരാവിഷ്കരിക്കേണ്ടി വരും. എന്നാലേ നമ്മളതൊന്ന് ആളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും നമ്മളെ ചിരിച്ച് കാണിച്ചു, അതുകൊണ്ട് ആരാന്നറിയാൻ വയ്യല്ലേ? നമ്മൾ ചിരിയല്ല നമുക്ക് ആവശ്യം. ചിരിച്ച് കാണിച്ചാൽ നമുക്ക് നോർമൽ രീതിയിൽ നമ്മൾ കുഴപ്പമില്ല. പക്ഷേ ഇവർ നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തരും. എങ്ങനെയാണ് ജയിക്കേണ്ടത്, ആരെ പോയി കാണണം, ഇതൊക്കെ പോയി പറഞ്ഞു തന്നിട്ട് നമ്മളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു ഈ പറയുന്നവർക്കെല്ലാം ഒരു രാഷ്ട്രീയമുണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ കൂടുതൽ ഇവർ പറയുന്ന ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവിടുത്തെ ആ ഒരു 3 വോട്ടും മോൻ വരുന്നുണ്ട് ആ ദിവസം തന്നെ. മോൻ്റെ കൂടെ ഇവിടുത്തെ ഏതായാലും ഉറപ്പാണ്. ആ രീതിയിലുള്ള പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് വൈകിട്ട് വന്ന് വീട്ടിലോട്ട് ഒരു ബുക്ക് മേടിച്ച് എഴുതി വെക്കും 3 വോട്ട് പ്ലസ്. അങ്ങനെ അത് 2 വോട്ട് എഴുതും. 1 വോട്ട് പോയാലും 2 വോട്ട് ഉറപ്പിച്ചെഴുതും. നമ്മൾ ജനങ്ങളിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമ്മളായിരിക്കും ചിത്രത്തിലുള്ളത്. ഒരു അടിവേരിളക്കി നമ്മൾ വെട്ടിക്കയറും എന്നാണ് പ്രതീക്ഷിച്ചത്. വോട്ട് ചോരി വല്ലതും ആണോ? എനിക്ക് അതിനെക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ മുന്നോട്ട് വന്നാലേ വോട്ട് ചോരിയാണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ജനങ്ങളെല്ലാം മാളത്തിലിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവർ വെളിയിൽ വന്ന് പറയണം ഞാൻ അച്ചായന് വോട്ട് കൊടുത്തെന്ന് 2 പേര് വന്ന് പറഞ്ഞാൽ വോട്ട് ചോരിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങ് ഇത് കാണുന്നുണ്ടെങ്കിൽ ആ വോട്ടർ സോണിച്ചേട്ടൻ്റെ അടുത്ത് എത്തണം. സോണിച്ചേട്ടൻ ആ വോട്ടറെ കാണാനുള്ള വലിയ ആഗ്രഹത്തിലാണ്. അതുപോലെ ആ വോട്ട് ചോരി എന്ന വലിയ പ്രശ്നങ്ങളിലേക്കും ചിന്തകളിലേക്കൊക്കെ സോണിച്ചേട്ടൻ കടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ചിരിച്ചു കാണിക്കുന്നവരെല്ലാം വോട്ട് ചെയ്യില്ല എന്ന് സ്ഥാനാർത്ഥികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് സോണിച്ചേട്ടൻ. പത്തനംതിട്ടയിൽ നിന്നും അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.